നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് എന്ന് പറയുന്നത് നവംബർ 26 അതായത് ഡുങ്കുടുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ വ്ളോഗും അതുപോലെ തന്നെ ഒരു കുട്ടി സർപ്രൈസ് അവൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ പോയി അവളെ വിളിച്ചെണിപ്പിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday dear Titi. Happy birthday to you. Happy birthday to you. Wow. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഡെക്കറേഷൻ ബാനേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബർത്ത്ഡേ ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ പ്രസൻസ് എല്ലാം പാക്ക് ചെയ്തതെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഈ പ്രസൻസ് എന്താണെന്നുള്ളത് നമ്മൾ പൊതുവെ എല്ലായിടത്തും അൺബോക്സിങ് വീഡിയോ ആണല്ലോ കാണുന്നത്. ഞാൻ ഓൾറെഡി ബോക്സിങ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഒരു മറ്റേ എന്താ പറയുക, ഒരു ക്രൗൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു 13 എഴുതിയിട്ട്, അതും കൂടി അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. പറഞ്ഞ പോലെ എത്രാമത്തെ ബർത്ത്ഡേ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ അല്ലേ. ഇത് 13th ബർത്ത്ഡേ ആണ്, അതായത് ഒഫീഷ്യലി ടീനേജർ ആയിരിക്കാണ് കേട്ടോ അവൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കുട്ടി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത്. പറഞ്ഞ പോലെ തന്നെ ഇത് ഓൾറെഡി നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ്സ് ആണുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എന്താ പറയുക, ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത് ഡീറ്റെയിൽസ് അടക്കം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓരോ ഗിഫ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സച്ചിന് വേണ്ടി ഒരു റിട്ടേൺ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് അവളെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്കൊന്ന് കാണാം. റിട്ടേൺ ഗിഫ്റ്റ്. അപ്പോൾ നമ്മളൊരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിൻ്റെ ഡീറ്റെയിലേക്ക് അടക്കം നമുക്ക്. അപ്പോൾ നമ്മളൊരു സർപ്രൈസ് പാർട്ടി ആയിട്ട് ഇവൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ബർത്ത്ഡേസിന് പാർട്ടിയൊന്നും അങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതൊരു മൈൽ സ്റ്റോൺ ആയത് കാരണം, ടീനേജറിലേക്ക് കടന്ന കാരണം അവൾക്കൊരു എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി അവളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ കമ്മിങ് വീക്കെൻഡ് സൺഡേ ആയിരുന്നു നമ്മൾ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ സർപ്രൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ അവൾക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല ആ ബർത്ത്ഡേ പാർട്ടീനെ പറ്റിയിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അവൾക്കത് മണത്ത് അവൾ കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് പീറ്റർബ്രോയിലുള്ള ഫ്രണ്ട് സാറ്റർഡേ വരുന്നുണ്ട് ഇവിടെ. അവർ നെക്സ്റ്റ് ഡേ പോകുള്ളൂ, സൺഡേ ആണ് തിരിച്ചു പോവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആക്ച്വലി ശരിക്കും അങ്ങനെയാണ്. അവരെ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കാണ് വിളിച്ച് എന്നുള്ള കാര്യം മാത്രം അവളോട് പറഞ്ഞില്ല, അവർ വരുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അവർ വരുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു ബർത്ത്ഡേ പാർട്ടി നമുക്കൊരു ഫോട്ടോ എടുക്കാം, നല്ലൊരു ഫോട്ടോ എടുക്കാം. ഇന്നിപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് ഒരുങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ട് പോകും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് പകൽ സമയത്ത് ഒരു ഫോട്ടോ എടുക്കാം. അപ്പോൾ സൺഡേ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇവർ വരുന്ന സ്ഥിതിക്ക് നമുക്ക് അന്ന് ഫോട്ടോ എടുക്കലും കേക്ക് മുറിക്കലും ഒക്കെ വെക്കാം. അവർക്കായിട്ട് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ആ ഫുഡ് ഓർഡറിങ്ങുമായി അപ്പോൾ ഒരു പാർട്ടി പോലെ അവർക്ക് മാത്രമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നായിരുന്നു അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് ടെമൂന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് അവൾ കണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് നമ്മൾ ബർത്ത്ഡേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൺഡേ വരെ എന്തായാലും നിൽക്കാൻ പോകില്ല, അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി പറഞ്ഞു വരും. അപ്പോൾ ബലൂൺസും കാര്യങ്ങളുണ്ട്, അതെല്ലാം പോവും, കാറ്റ് മുഴുവൻ പോവും. അപ്പോൾ അതായത് അത് ഇപ്പോഴേ ഒരുക്കണ്ട, നമുക്കത് സൺഡേയിലത്തേക്ക് വെക്കാം. അപ്പോൾ ഒരു നല്ലൊരു സ്പേസ് ആക്കി ഉണ്ടാക്കി അവിടെ നമുക്ക് ഫോട്ടോഷൂട്ട് പോലെ നടത്താം എന്നൊക്കെയായിരുന്നു അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോഴും സാധനങ്ങൾ മേടിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് കാണുമ്പോൾ അവർ വരുന്നതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമായിട്ടാണ് അവൾ എടുത്തത്. പിന്നെ നമ്മൾ ഡിസ്പോസിബിൾ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാക്സിമം ഹൈഡ് ചെയ്തു. അടുക്കളയിലോട്ട് അധികം അവൾ ഇറങ്ങി വരാത്തത് കൊണ്ട് അതൊക്കെ എനിക്ക് ഹൈഡിങ് സ്പോട്ടായിട്ട് കുറേ അടുക്കളയുടെ സ്പേസുകൾ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഹൈഡ് ചെയ്തിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിയും പെട്ടെന്ന് ഗസ്റ്റ് കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പിന്നെയും വരാം. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് ബർത്ത്ഡേ പാർട്ടിയുടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ക്ലൂ നമുക്ക് തന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ബ്ലൂടൂത്തിൻ്റെ ഡിവൈസ് വാങ്ങിയപ്പോൾ ഒരു ചെറിയ പ്രാങ്ക് പോലെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് അവൾ ഓപ്പൺ ചെയ്യാൻ പോകണം, അതെന്താവും എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഹെഡ്ഫോൺസ് എല്ലാം വേണ്ടേ?
കഴുത്തിലുള്ള കഴുത്തിൽ തന്നെ. Sweet. Thank you so much. ഓപ്പൺ ആക്കിയത്. ഇനി പറയാം ഏത് ടൈപ്പ് വേണ്ട, ഇതാണ് വേണ്ട. അൺബോക്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിരുന്നു കേട്ടോ, ഈ സാധനം ഞാൻ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അവളത് ചോദിച്ചിരുന്ന സാധനമായിരുന്നു, ഇതെനിക്ക് വാങ്ങിത്തരുമെന്ന്. അപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ അത് എന്നുള്ളൊരു സന്തോഷമായിരുന്നു അവൾക്ക്. പക്ഷേ ആക്ച്വലി അതായിരുന്നില്ല വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ്. അവൾ നാട്ടിൽ വെച്ച് മറന്നു പോയതാണ്, അതിവിടെ എത്തി എന്നുള്ളത് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അത് അവൾക്ക് സർപ്രൈസ് ആയിരുന്നു. അത് കിട്ടിയതിന് ശേഷം അവൾ കയ്യിൽ നിന്ന് ഊരിയിട്ടില്ല കേട്ടോ സാധനം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എൻ്റെ അനിയത്തിൻ്റെ മോൻ കണ്ണൻ അവന് ഉണ്ടാക്കിയ ഒരു ബർത്ത്ഡേ കാർഡ്സിന് 2 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇവൾക്ക് വെക്കുമ്പോൾ മറ്റവൾക്കും വിഷമമാവുമല്ലോ, അതുകൊണ്ട് കുറച്ച് 2 മാല അവൾക്കായിട്ടെന്നല്ല പൊതുവെ എല്ലാവർക്കും കൂടി എന്നുള്ള രീതിയിലാണ് വെച്ചത്. അപ്പം ഞാനത് അവൾക്ക് ഇനി അങ്ങനെ ഒരു വേർതിരിവ് തോന്നണ്ടെന്ന് വെച്ചിട്ട് അവൾക്ക് വേണ്ടിയായിട്ട് ഞാൻ പാക്കറ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നോക്കി കഴിഞ്ഞപ്പോൾ അവൾ പറയുകയും ചെയ്തു, ഇത് ഇച്ചിരി വലുതാണല്ലോ, ഞാനിട്ട ഭയങ്കര വലുതാവില്ലേ എന്നുള്ള ചോദിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ബർത്ത്ഡേ ബാഡ്ജൊക്കെ കൊത്തി എത്രയും പെട്ടെന്ന് കേക്ക് മുറിക്കാം. Happy birthday to you. Happy birthday, dear Sandra. Happy birthday to you. സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കേക്ക് മുറിച്ച് ആ പരിപാടി രാവിലെ അങ്ങ് തീർത്തു കേട്ടോ. പിന്നെ സനുവിനാണെങ്കിലും ജോലിയുണ്ട്, പിന്നെ വൈകുന്നേരം വന്നിട്ട് എന്ന് പറഞ്ഞാൽ എത്തുമ്പോൾ തന്നെ ലേറ്റ് ആവും. പിന്നെ നമ്മൾ ആ സമയത്ത് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ച് പിന്നെ ഒരു ഓട്ടമായിരുന്നു. എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സനു ജോലിക്ക് പോയിട്ടോ, അതിൻ്റെ ഇടയിൽ ജോലിക്കൊക്കെ പോയി ഡുഡു സ്കൂളിൽ പോയി. ഇനി അവൾ പോയി ദാ വന്നു എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്ന വൈകുന്നേരമാണ്, അവൾ തിരിച്ചു വന്നതിന് ശേഷമാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. ഗുഡ്. സ്കൂളിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് എല്ലാമാണ് അവൾ നേരത്തെ എടുത്ത് കാണിച്ചിരുന്നിട്ട് ബാഗിൽ നിന്ന് എല്ലാം ഇറക്കി കാണിച്ചിട്ടാണ്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഫെയർ മാസ്ക്, ഫുഡ് പാക്ക്, സ്ലഷി, പിന്നെ ഫേസ് മാസ്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. മിഠായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ആരാച്ചേ സച്ചു രാവിലെ കാർഡ് കൊടുത്തപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുത്ത കാർഡാണ്. അതുകൂടാതെ അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാർഡ്. അവൾ ഓരോ സമയത്ത് അവളുടെ സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഇപ്പം നമുക്ക് പുറത്ത് കാണുമ്പോൾ അറിയാം ഇരുട്ടാണ്. സ്കൂൾ വിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നു. വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കേട്ടോ, കാരണം ഇങ്ങനെ ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക്. മിസ് കോൾസ് വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എല്ലാവരും വിളിച്ച് തീർക്കണം. നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വിഷയം വിളിച്ചിട്ട്, അപ്പോൾ എല്ലാവരും വിളിച്ച് തീർക്കാൻ വേണ്ടിയിരിക്കുകയാണ്. കാരണം നാട്ടിലൊക്കെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കിടന്നുറങ്ങുന്നതിന് മുന്നേ വിളിക്കണം എന്നുള്ള പറഞ്ഞിട്ടുള്ള തിക്കും തിരക്കലും അവൾ ആക്കണു. അതിൻ്റെ ഇടയിൽ സച്ചുവിന് പുതിയ ഗിഫ്റ്റുകളായിട്ട് വരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ദാ വീണ്ടും കോൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാണ് അവളൊന്ന് കുളിക്കാൻ പോയത് പോലും കേട്ടോ. ഇതിനിടയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, ഇരിപ്പെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫോൺ കോളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പെട്ടെന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കണമല്ലോ. അങ്ങനത്തെ ബ്ലൂടൂത്ത് ഡിവൈസ് ഒന്ന് പെയർ ചെയ്ത് നോക്കും. എന്താ പറയുക, ഇയർബഡ്സ് അങ്ങനെ പെയർ ചെയ്ത് നോക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ സമയം രാത്രി എത്തിയപ്പോഴേക്കും ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. ഫുഡിന് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്ത് പോയി കഴിക്കേണ്ട, നല്ല തണുപ്പാണ്, അതുകൊണ്ട് ടേക്ക് അവേ മതി, വീട്ടിലിരുന്ന് കോസി ആയിട്ട് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ സജസ്റ്റ് ചെയ്തപോലെ തന്നെ KFC ആണ് വാങ്ങിയതും. അവൾ തന്നെയാണ് എന്താ പറയുക, എന്തൊക്കെ വേണമെന്നുള്ളത് ഓർഡർ ചെയ്തതും എല്ലാം അവൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അത് ഹാപ്പിയായി. അതിനിടയിൽ സച്ചു ബർത്ത്ഡേക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു പാട്ടുണ്ട്, അത് കേൾക്കാം. ഇങ്ങോട്ട് നീക്ക്. It's a celebration. It's a great celebration. You might like it. You turn 13. It's your birthday. It's fun to celebrate your birthday. I like the cake. It's a special day. You get presents, and maybe 1, 2, I don't know. It's a really nice day. I love very much to celebrate.
സൂപ്പർ. അവൾ തന്നെ എഴുതി, അവൾ തന്നെ മ്യൂസിക് ചെയ്ത്, അവൾ തന്നെ പാടിയ പാട്ടാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഇതാ ഫുഡൊക്കെ എടുത്ത് എല്ലാവരും കൂടി നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് വന്നതിൻ്റെയും ജോലി കഴിഞ്ഞ് വന്നതിൻ്റെയും എല്ലാ ടയർഡ്നെസ്സും കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ സർപ്രൈസ് വീഡിയോ ഒക്കെ എത്രയും പെട്ടെന്നായിട്ട് വരും കേട്ടോ, പാർട്ടിയൊക്കെ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.